പ്രണവേ, എനിക്ക് ആന്റി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കേ ചെക്കപ്പ് ആന്റിയുടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ? അത് നല്ല ഐഡിയ. ഞാനത് മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. ആന്റി ഓക്കെ ആണോ? ഇനിയിപ്പം മാരേജ് ഒക്കെ ആയിട്ട് ഞാൻ വലിയ തിരക്കിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. മതി, അത് മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. പ്രണവേ ഇറങ്ങട്ടെ, ഹോസ്പിറ്റലിൽ എത്താൻ സമയമായി. ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇറങ്ങാണോ സുജാത നീ? തിരക്കുള്ളതുകൊണ്ടല്ലേ ചേച്ചി. ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം ഞാൻ വരാം. ഇറങ്ങട്ടെ. ആന്റി നിന്നെ ആ കയ്യൊന്ന് തന്നെ. കയ്യൊന്ന് താന്നേ. താ. മോളുടെ കല്യാണം ഒരു കുഴപ്പമില്ലാതെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ആന്റി. താങ്ക്സ്. ഇപ്പോഴെന്റെ മനസ്സിനൊരു സമാധാനമായത്. കുഴപ്പമൊന്നുമില്ലെന്ന് സുജാത ആന്റിയും പറഞ്ഞല്ലോ. ചേട്ടാ കാര്യം കൊണ്ട് വലിയ കഷ്ടമായല്ലോ. നേരം വെളുത്തിട്ട് ഇപ്പൊ 25ാം പ്രാവശ്യമായി വിളിക്കുന്നത്. ഞാൻ എടുത്തിട്ട് വരട്ടെ. ഹലോ സാറേ. ഹലോ ഹലോ അമ്മേ. ഹലോ ഹലോ നിധി, പറ മോളെ, പറ. ആ ഡോക്ടർ എന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? നീ ഇപ്പൊ ഫോൺ വെച്ചേ, എല്ലാം നമുക്ക് നേരിട്ട് പറയാം. ഇവിടെ നടക്കുന്നതെല്ലാം നിധിക്ക് ലൈവ് ബ്രോഡ്കാസ്റ്റ് നടക്കുകയായിരുന്നല്ലേ. അമ്മയമ്മയുടെ ഒരു പ്രക്ഷേപണം ശരിയാക്കി തരാം ഞാൻ. നീ ഇന്ന് നേരത്തെ ആണെന്ന് തോന്നുന്നല്ലോ. അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. എന്നാലും ആ ശിവാനി പണി പറ്റിച്ചു കളഞ്ഞല്ലോ. ആ ഡോക്ടറെ കൊണ്ട് എങ്ങനെയാ അങ്ങനെ കള്ളം പറയിച്ചത്? നോക്ക് നിധി, ശിവാനിയുടെ കാര്യത്തിൽ നീ ആവശ്യമില്ലാത്തൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ശിവാനി പ്രഗ്നന്റ് അല്ലെന്ന് നീ പറഞ്ഞപ്പോ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നാതിരുന്നില്ല. പക്ഷെ വയറ്റിൽ ഇരട്ട കുട്ടികൾ ആരോഗ്യത്തോടെ വളരുന്നു സുജാത പറഞ്ഞതോടെ എനിക്ക് വിശ്വാസമായി. നോക്കുമോളെ, ശിവാനിയുടെ വയറ്റിൽ കുട്ടികളില്ലെന്ന് നമ്മൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അത് ചിലപ്പോ അറം പറ്റുന്നത് പോലെ ആയി പോവും. എനിക്കിപ്പോ വിശ്വാസമുണ്ട്, ശിവാനി പ്രഗ്നന്റ് ആണ്. വെറുതെ ഓരോന്ന് പറയല്ലേ അമ്മേ. ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ, സുജാത ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞല്ലേ. അത് അമ്മ അങ്ങ് വിശ്വസിച്ചല്ലേ? പിന്നെ അല്ലാതെ എന്റെ അനിയത്തി എന്നോട് കള്ളം പറയുന്ന ഞാൻ കരുതണോ? എന്തിനു വേണ്ടിയായാലും എന്നോട് സുജാത കള്ളം പറയുന്നു തോന്നുന്നില്ല. സുജാത ഡോക്ടറെ കള്ളം പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോഴും സംശയം ആ ശിവാനിയെ തന്നെയാണമ്മേ. ഇനിയും നിന്റെ സംശയം മാറിയില്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, സുജാത ഡോക്ടറെ കൊണ്ട് ആദ്യത്തെ തവണ ചെക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ അവള് പരിങ്ങിയെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ അവള് പരിങ്ങേണ്ട കാര്യം എന്താ? ഒരു ഡോക്ടർ പരിശോധിക്കുന്നതിൽ പേടിക്കേണ്ട കാര്യം എന്താ? എന്റെ മോളെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ആദ്യമായി പ്രഗ്നന്റ് ആവുന്ന പെൺപിള്ളേര് അങ്ങനെയൊക്കെ തന്നെയാ. എല്ലാ കാര്യങ്ങളും ഒരു പേടി കാണും. നോക്കുമോളെ, ഞാൻ നീ സംശയിച്ചത് തെറ്റായിപ്പോയി എന്നല്ല പറഞ്ഞത്. നമ്മളങ്ങനെ ശിവാനി സംശയിക്കാൻ പാടില്ല മോളെ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഒരു പെണ്ണും വെറുതെ പറഞ്ഞു നടക്കില്ല. അതിപ്പോ എന്തിനു വേണ്ടിയായാലും അങ്ങനെ തന്നെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം. ശിവാനി പ്രഗ്നന്റ് ആണ് എന്നത് ഒരു സത്യം തന്നെയാ. ഇനി ഞാൻ അമ്മയോട് ഒന്നും പറയാൻ വരുന്നില്ല. അങ്ങനെ തന്നെ വിശ്വസിച്ചോ അമ്മ. എന്നെങ്കിലും ഒരിക്കൽ ഇതിന്റെ പേരിൽ എല്ലാവരും വിഷമിക്കേണ്ടി വരും. അമ്മ, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഇനിയിപ്പോ കുറച്ചു ദൂരം കൂടിയല്ലേ ഉള്ളൂ. ഞാനിങ്ങ് നടന്നു വയ്ക്കോളാം. ശരി മോളെ, നീ എന്ത് പിണങ്ങി പോവാണോ? അയ്യേ, ഇതിനൊക്കെ എന്തിനാ പിണങ്ങുന്നത്? ഇതെന്നല്ല, ഇനി എന്ത് പ്രശ്നമാണെങ്കിലും അമ്മയോട് ഞാൻ പിണങ്ങുമോ? ഇനിയുള്ള കുറച്ചു ദൂരത്തിന് വെറുതെ ഓട്ടോ പിടിച്ച് പൈസ കളയണ്ടല്ലോ. ഒരു ചെറിയ നടത്തം അത്ര ഞാൻ ചിന്തിച്ചോളൂ. എന്നാ പൊയ്ക്കോട്ടെ അമ്മ. ഞാൻ വിളിച്ചോളാം നിന്നെ. ശരി.
വീടിന് പുറത്തായിട്ടും ആ നിധി ഒരു കാര്യമില്ലാതെ എന്റെ വിഷയത്തിൽ തലയിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോഴും പാർവതി ആന്റി അവളുടെ കൈവെള്ളയിലായോണ്ട് എങ്ങനെയെങ്കിലും ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന സത്യം കണ്ടുപിടിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ശിവാനി കഴിച്ചായിരുന്നോ നീ? എനിക്ക് ഫുഡ് വേണ്ട. അന്താ ഫുഡ് വേണ്ടാത്ത? വയറ്റില് കുഞ്ഞുങ്ങളുള്ള അത് മറക്കണ്ട. എനിക്ക് കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്താ കുഴപ്പം? എല്ലാവർക്കും എന്റെ കുഞ്ഞു ഇല്ലാതെ കാണാനാണല്ലോ ആഗ്രഹം. എന്തൊക്കെയാ നീ പറയുന്നേ? പിന്നല്ലാതെ ഏത് സമയവും ഇവിടെ ഉള്ളവർക്ക് എന്നെ സംശയമല്ലേ? ഞാൻ പ്രഗ്നന്റ് അല്ലാന്ന് സ്ഥാപിച്ചെടുക്കാനല്ലേ ഇവിടെ എല്ലാരും ശ്രമിക്കുന്നേ? ആർക്കാണ് ഇപ്പൊ ഇത്ര സംശയം? വേറെ ആർക്കാ? പ്രണവിന്റെ അമ്മയ്ക്ക് തന്നെ. ആ നിധിയാണ് ആന്റിയോട് ഒരു കുത്തിത്തിരിപ്പ് പറഞ്ഞു ഉണ്ടാക്കുന്നത്. എന്തിനു വേറെ? ആ സുജാത ഡോക്ടറെ കൊണ്ട് എന്നെ പരിശോധിപ്പിച്ചത് പോലും നിധി പറഞ്ഞിട്ടാ. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? പ്രണവുണ്ടായിരുന്നു, പക്ഷെ പ്രണവിനൊന്നും മനസ്സിലായില്ല. അതാണ് കുഴപ്പം. എല്ലാം നിധിയുടെ പ്ലാനിങ്. എങ്ങനെയും ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന് അവൾക്ക് തെളിയിക്കണം. എടോ, പ്രഗ്നന്റ് ആയ നിന്നെ പ്രഗ്നന്റ് അല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? സുജാത ഡോക്ടറോ ആരോ വന്ന് ചെക്ക് ചെയ്യട്ടെ. അതിനിപ്പോ എന്താ കുഴപ്പം? ആ, അത് ശരി. അപ്പോഴും കുറ്റം എനിക്ക്. ഇവരുടെയൊക്കെ സംശയം തീരുന്നത് വരെ ഞാൻ പാവെ പോലെ നിന്നു കൊടുക്കണം അല്ലേ? എവിടെയോ ഇരുന്നിട്ട് നിധിയാണ് പാർവതി എന്നെ നിയന്ത്രിക്കുന്നത്. എന്തിനാ നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? ഇവിടെ പാർവതി എനിക്ക് വലിയ സംശയമാണ് എന്നെ ഇപ്പോ. ഞാൻ പ്രഗ്നന്റ് അല്ലാന്ന് പറഞ്ഞ് ഓരോ നിമിഷം എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എല്ലാം നിധിയുടെ സ്ക്രൂവാ. ഇപ്പൊ പോലും അമ്പലത്തിലേക്ക് പറഞ്ഞ് ആന്റി പോയിരിക്കുന്നത് ആ നിധിയെ കാണാനാ. അതറിയോ?